സൂപ്പർ താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലാത്ത താരങ്ങളുടെ വിശേഷങ്ങൾക്കാണ് ആരാധകർ കാത്തിരിക്കാറുള്ളത്. ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിൽ തന്നെയായിരുന്നുവെങ്കിലും ഫോട്ടോഗ്രാഫിയിൽ സമയം ചിലവിടുകയായിരുന്നു മെഗാസ്റ്റാർ മമ്മൂക്ക. വീട്ടിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ മുൻപ് മമ്മൂക്ക സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്റെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങളും ആരാധകർക്കായി മമ്മൂട്ടി പോസ്റ്റ് ചെയ്തിരുന്നു. സിനിമാ ലോകവും ആരാധകരും ഉൾപ്പെടെ നിരവധി പേരാണ് മെഗാസ്റ്റാറിന് ആശംസകൾ നേർന്ന് എത്തിയത്. ആശംസകൾ അറിയിച്ചതിന് എല്ലാവരോടും നന്ദി അറിയിച്ചും മമ്മൂട്ടി പിന്നീട് എത്തിയിരുന്നു. അതേസമയം പിറന്നാളിന് പിന്നാലെ മെഗാസ്റ്റാർ പങ്കുവച്ച പുതിയ വീഡിയോ വൈറലായി മാറുകയാണ്. കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു ക്യാമറ കയ്യിൽ കിട്ടിയതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് മലയാളികളുടെ പ്രിയ താരം. ഗാഡ്ജറ്റുകളോട് മമ്മൂക്കയ്ക്കുള്ള പ്രിയം ആരാധകർക്കും സഹതാരങ്ങൾക്കും അറിയാവുന്നതാണ്. പല താരങ്ങളും ഇതേക്കുറിച്ച് പറയാറുമുണ്ട്. പുത്തൻ ടെക്നോളജിയെക്കുറിച്ചും ഉപകരണങ്ങളെക്കുറിച്ചും അപ് ടു ഡേറ്റ് ആണ് മമ്മൂക്ക. സമൂഹ മാധ്യമങ്ങളിലൂടെ മമ്മൂക്ക തന്നെയാണ് ക്യാമറ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇനി ഇതിലൂടെയായിരിക്കും ഞാൻ ഫോട്ടോസ് എടുക്കുന്നതെന്നും മമ്മൂക്ക പറയുന്നു. ഏതായാലും മെഗാസ്റ്റാറിന്റെ പുതിയ അൺബോക്സിംഗ് വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് ആരാധകർ. ലോക്ക്ഡൌൺ സമയത്ത് മമ്മൂക്ക പകർത്തിയ ചിത്രങ്ങൾ മുൻപ് തരംഗമായി മാറിയിരുന്നു. സിനിമകൾക്കൊപ്പം തന്നെ ഫോട്ടോഗ്രാഫിയിലും വലിയ താല്പര്യമുള്ള ആളാണ് അദ്ദേഹം. സിനിമാ ചിത്രീകരണത്തിന്റെ ഇടവേളകളിലെല്ലാം ക്യാമറ എടുത്ത് മമ്മൂക്ക ചിത്രങ്ങൾ എടുക്കാറുണ്ട്. ഇതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇത്തവണ മമ്മൂട്ടിയുടെ പിറന്നാൾ ഇൻഡസ്ട്രി ഒന്നടങ്കം ആഘോഷമാക്കിയിരുന്നു. ലോക്ക്ഡൌണിന് പിന്നാലെ മാസങ്ങളോളമായി മമ്മൂക്ക വീട്ടിൽ തന്നെയാണ്. മെഗാസ്റ്റാറിന്റെ പുതിയ സിനിമകളുടെ റിലീസിനായി ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നതും. കുറെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം എൻ്റെ കിട്ടി. കാനൺ EOS R5 മിറർലെസ്. ഇനി ഈ ക്യാമറയിലായിരിക്കും ഞാൻ ഫോട്ടോ എടുക്കുക. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.